രുചിക്കൂട്ട്. ഈന്തപ്പഴവും ക്യാരറ്റും അത് എല്ലാവരുടെയും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്, പ്രത്യേകിച്ചും ഫ്രൂട്ട് കേക്കുകളുടെ കാര്യം പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് അത്തരത്തിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം. ഇത്തരത്തിലുള്ള ഫ്രൂട്ട് കേക്കുകളൊക്കെ ആണെങ്കിൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള, അതായത് കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല പോഷക സമ്പുഷ്ടവുമായിരിക്കും. ഇപ്പോൾ കടകളിൽ നമുക്ക് പലപ്പോഴും വാങ്ങാൻ കിട്ടുന്ന കേക്കുകളിൽ അതിൽ ഒരു ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും ഇല്ലാതെ തന്നെ മുഴുവനായിട്ടും കൃത്രിമമായിട്ടും കേക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാലമാണ് ഇത്. നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള അതിൻ്റെ ടോപ്പിങ്സിൽ, അതായത് ഫ്രൂട്ട് ടോപ്പിങ്സിലൊന്നും ഫ്രൂട്ട്സിൻ്റെ, അതായത് പഴങ്ങളുടെയോ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലേവറുകളുടെയോ ഒന്നും ഒരു ഘടകം പോലും ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, കഴിക്കാൻ കിട്ടും. പക്ഷെ വീട്ടിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള രുചികരമായിട്ടുള്ള രുചിക്കൂട്ടുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈന്തപ്പഴം, ക്യാരറ്റ് എന്നൊക്കെ പറയുമ്പോൾ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള അഥവാ പോഷക സമ്പുഷ്ടമായിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വീടുകളിൽ ലഭ്യമായിട്ടുള്ള രുചികരങ്ങളായിട്ടുള്ള രുചിക്കൂട്ടുകൾ ഉപയോഗിച്ച് നല്ല പോഷക സമ്പുഷ്ടമായ കേക്കുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം. അപ്പം ഇന്ന് നമുക്ക് ഈന്തപ്പഴവും അതുപോലെ ക്യാരറ്റും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അവൻ ചൂടാക്കിയിടുക. പിന്നെ നമ്മൾക്ക് ഒരു 300 ഗ്രാമോളം മൈദയും ഒരു 1-1.5 സ്പൂണോളം ബേക്കിംഗ് പൗഡറും യോജിപ്പിച്ച് മാറ്റി വെക്കുക. നമുക്കിതിൽ ഈന്തപ്പഴവും ക്യാരറ്റാണല്ലോ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് തയ്യാറാക്കി വെക്കണം. കുരു കളഞ്ഞ ഒരു 200 ഗ്രാമോളം ഈന്തപ്പഴം, അതുപോലെ തന്നെ 100 ഗ്രാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. ഈന്തപ്പഴം അരിഞ്ഞും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും മാറ്റി വെക്കുക. ക്യാരറ്റ് നമുക്കൊന്ന് ചെറുതായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പഞ്ചസാര ഇട്ട് അതൊന്ന് തേനിൻ്റെ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഈന്തപ്പഴം അരിഞ്ഞതും ക്യാരറ്റ് നമ്മൾ റെഡിയാക്കി. കുറച്ച് ബേക്കിംഗ് സോഡ ഇതിൻ്റെ കൂടെ ചേർക്കണം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടി ചേർക്കേണ്ടതുണ്ട്. ഈന്തപ്പഴം, ബേക്കിംഗ് പൗഡർ, അത് രണ്ടും കൂടി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് ഒരു 200 ഗ്രാമാണ് നമ്മൾ ഈന്തപ്പഴം എടുക്കുന്നതെങ്കിൽ ഒരു 200 ഗ്രാമോളം വെള്ളവും തന്നെ നമുക്കിതിലേക്ക് യോജിപ്പിച്ച് വെക്കുക. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 250 ഗ്രാമോളം പഞ്ചസാരയാണ്, 100 ഗ്രാമോളം വെണ്ണയും. ഇത് രണ്ടും നന്നായിട്ട് യോജിപ്പിക്കുക. ഈ യോജിപ്പിച്ച് വെച്ചതിലേക്ക് നമ്മൾ നേരത്തെ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ മുട്ട, അത് ഒരു 1 അല്ലെങ്കിൽ 2 മുട്ട മതി, അതും ഇതിൻ്റെ കൂടെ ചേർക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മൈദ, ബേക്കിംഗ് പൗഡർ മിശ്രിതം ചേർക്കുക. അതിനുശേഷം ഈന്തപ്പഴം, ക്യാരറ്റ് മിശ്രിതവും കൂടി ചേർക്കുക. അവസാനമായിട്ട് നുറുക്കിയ ഒരു 75 ഗ്രാമോളം കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് മയം പുരട്ടിയ കേക്ക് ടിന്നിൽ ഒഴിച്ച് ചൂടാക്കിയ അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പിംഗ് കൊടുക്കാം. ഒരു 70 ഗ്രാമോളം ബ്രൗൺ ഷുഗറും ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെണ്ണയും 2 വലിയ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് പാലും കൂടി ചേർത്ത് ഒന്നിച്ച് യോജിപ്പിച്ചതിന് ശേഷം അത് ഒരു പാനിലാക്കി തിളപ്പിച്ച് ഒന്ന് കുറുകുമ്പോൾ ചൂടാറിയതിന് ശേഷം കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഈ ഒരു കേക്ക് വളരെ രുചികരമാണ്, ട്രൈ ചെയ്ത് നോക്കുക. രുചിക്കൂട്ട്. നിർവഹണം ലീന.